ഒരു രാജ്യം മുഴുവനും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. അത് ഏകദേശം മാർച്ച് ഒരു 3rd വീക്ക്, ഒരു 25th മുതൽ ഏപ്രിൽ ഒരു 10th 15th വരെയാണ് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചെറി ബ്ലോസം ഫ്ലവേഴ്സ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിയോടുകൂടെ കാണാൻ വേണ്ടി സാധിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ജപ്പാനിലെ ചെറി ബ്ലോസം ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. ടോക്കിയോ, മൗണ്ട് ഫ്യൂജി, നാര, ക്യോട്ടോ, ഹിരോഷിമ, ഒസാക്ക ഇതെല്ലാം ഉൾപ്പെട്ട ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജപ്പാൻ യാത്രയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിന് ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ജാപ്പാനീസ് കുസിനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ജാപ്പാനീസ് കിച്ചൺ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം ഈയിടെയായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം നമ്മൾ ജപ്പാനിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ജാപ്പാനീസ് കുസിനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം ഹോളിഡേ ഷോപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ ഒരു നാടാട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് തന്നെ ഒരു ബുള്ളറ്റ് ട്രെയിൻ, അതും 1965 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജപ്പാനാണ്. ഇന്ന് ജപ്പാനിൽ ആ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുന്നത് ബുള്ളറ്റ് ട്രെയിനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 350-400 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ന് ജപ്പാനിൽ അവൈലബിൾ ആണ്. സാധാരണ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന ഏകദേശം 350 കിലോമീറ്റർ സ്പീഡിലാണ്. ആ ഒരു സ്പീഡിലാണ് അവിടെ ബുള്ളറ്റ് ട്രെയിൻ ഓടുന്നത്. അവർ അടുത്ത എക്സ്പെരിമെൻ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളെ കുറിച്ചാണ് അവിടെ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം മാത്രം മതി. അത്രയ്ക്കും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ജപ്പാനാണ്. അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ വളരെ യുണീക്കായിട്ട് റോബോട്ടുകൾ റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് നമുക്കിന്ന് ജപ്പാനിൽ പോയി കാണിക്കാം. അതുപോലെ തന്നെ ഹോട്ടലുകളുടെ റിസപ്ഷനിൽ നിങ്ങൾക്ക് റോബോട്ടിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ മറ്റു രാജ്യത്ത് പോകുന്ന പോലെയല്ല ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്നത്. നമുക്ക് സൈറ്റ് സീയിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഈ ഒരു ജപ്പാനിലേക്കാണ് ഹോളിഡേ ഷോപ്പ് മാർച്ച് മാസത്തിൽ അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.